Hi friends, welcome back. OnePlusനെ മോട്ടോ തകർത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സത്യമാണ്. പക്ഷേ ഒരു വിധത്തിൽ മോട്ടോ OnePlusനെയും കടത്തി വെട്ടിയിരിക്കുകയാണ്. OnePlus ഒരു കാലത്ത് നമുക്കറിയാം ആ ഒരു പ്രൈസിൽ OnePlusന്റെ ഒരു ഫോൺ ഇറങ്ങിയാൽ അത് അവിടുത്തെ മികച്ച ഫോണായിരിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെ OnePlusനെ ഒരുപാട് പേരും ഇഷ്ടപ്പെട്ട് വന്നിരുന്ന ഒരു ബ്രാൻഡുമാണ്. ബട്ട് ഇന്ന് ഈ രണ്ട് ഫോണുകൾ കയ്യിരിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ്. പെർഫോമൻസിലടക്കം ഒരേ പ്രൊസസ്സർ വെച്ച് വന്നിരിക്കുന്ന ഈ രണ്ട് ഫോണുകളുടെ പെർഫോമൻസിലടക്കം മോട്ടോ ബെറ്റർ ആയിരിക്കുന്നു. സോ മോട്ടോ g84 വേഴ്സസ് OnePlus Nord CE3 Lite എന്ന ഈ ഫോണും കൂടിയിട്ടാണ് രണ്ടും നോക്കാം. ഏത് വിജയിക്കും, ഏതൊക്കെ ഭാഗങ്ങളിൽ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇത് രണ്ടിൻ്റെയും പ്രൈസ് നോക്കാം. OnePlus 8GB RAM 128GB സ്റ്റോറേജിന് 20,000 രൂപ, 19,999. മോട്ടോ ആണെങ്കിൽ 12GB RAM 256GB സ്റ്റോറേജിന് 18,999 ഓഫർ പ്രൈസ് വരുന്നുള്ളൂ. സോ അപ്പോൾ അങ്ങനെ ഗംഭീരമായൊരു വ്യത്യാസം മോട്ടോയിൽ ആദ്യം തന്നെ കാണുന്നുണ്ട്. ഇതിൻ്റെ ബോക്സിൽ കേസ്, ഡോക്യുമെൻറ്റേഷൻ, സിം ടൂൾ, ചാർജർ എല്ലാം ഉണ്ട്. ചാർജറിൽ ഒരു വ്യത്യാസമുണ്ട്. രണ്ട് ഫോണിലും 5000 mAhന്റെ ബാറ്ററിയാണ്. ബാറ്ററി ലൈഫൊക്കെ രണ്ട് ഫോണിലും ഓക്കെയാണ് കേട്ടോ. സോ അത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല. ചാർജറിൽ വ്യത്യാസമുണ്ട്. പക്ഷേ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, സൂപ്പർ ബുക്ക് ചാർജർ കൊടുത്തിട്ടുണ്ട് OnePlusൽ. നിങ്ങൾക്ക് ബെറ്റർ ആയൊരു ഫാസ്റ്റ് ചാർജിങ് വേണമെങ്കിൽ OnePlus തന്നെ ചൂസ് ചെയ്യണം. ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. സോ ഇവിടെ OnePlus ആണ് ബെറ്റർ ആയിരിക്കുന്നത്. അപ്പോൾ അത് ബോക്സിലെ കണ്ടന്റുകളുടെ കാര്യമാണ്. ഇനി ഫോണുകളിലേക്ക് വരാം. ആദ്യം തന്നെ ഈ ഫോണുകളുടെ ഡിസൈൻ തികച്ചും പേഴ്സണലാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്തോളൂ. പക്ഷേ ഇവിടെ എന്താണ് ഇതിൻ്റെ വ്യത്യാസം, എനിക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, മോട്ടോയുടെ ഈ ഒരു വാഗൺ ലെതർ പ്രീമിയം ഫിനിഷുള്ള ഈ ഡിസൈൻ തന്നെയാണ്. കാരണം ഇതൊക്കെ വില കൂടിയ റേഞ്ചുകളിൽ കാണുന്ന ഒരു ഡിസൈനും കാര്യങ്ങളുമാണ്. ഒപ്പം തന്നെ പാൻഡോൺ വിവ മജൻഡ എന്ന് പറയുന്ന കളർ ഇത്തിരി ലക്ഷറി കളറും കൂടിയാണ്, ഇത്തിരി പ്രീമിയം കളർ തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ സ്മഡ്ജസ് കാര്യങ്ങളൊന്നും പിടിക്കില്ല. ഞാൻ സ്പെഷ്യലി കേസ് ഉപയോഗിക്കാതെ ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്മഡ്ജസ് പിടിക്കാത്ത ഈ ഒരു ഡിസൈനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. നിങ്ങൾക്ക് ഗ്ലാസ് ഡിസൈനാണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും OnePlus ചൂസ് ചെയ്യാം. സോ ഇത് കംപ്ലീറ്റ് സ്മഡ്ജസ് ഒക്കെ പിടിക്കുമെങ്കിലും ഗ്ലാസ് ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ തിക്നെസ്, വെയിറ്റ് എല്ലാം കുറവാണ്. 7.6 mm തിക്നെസ്സേ വരുന്നുള്ളൂ. 166 ഗ്രാം വെയിറ്റേ ഉള്ളൂ. IP54 വാട്ടർ റിപ്പല്ലന്റ് ഡിസൈനാണ് വരുന്നത്. മൊത്തത്തിൽ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു ഫോൺ, കംഫർട്ടബിൾ ആണ്. ഈ ഫോൺ വന്നിട്ട് കുറച്ചുകൂടി വെയിറ്റ് കൂടുതലാണ്. 195 ഗ്രാം ഉണ്ട്. 8.3 mm തിക്നെസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇത്തിരി കൂടി ലൈറ്റ് വെയിറ്റും കംഫർട്ടും ഉള്ള ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് ചിന്തിക്കുന്നവർക്കും ഈ ഒരു പ്രീമിയം ഫിനിഷ് വേണമെന്നുള്ളവർക്കും ഈ കളർ ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും മോട്ടോയുടെ ഈ ഒരു കളറിലേക്ക് നോക്കാം. ഇത് കൂടാതെ മോട്ടോയ്ക്ക് വേറെ കളറുകളുണ്ട് കേട്ടോ. നിങ്ങളിതാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന കളറുകളൊക്കെ ഉണ്ട്. സോ അതിന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറേ കൂടി കംഫർട്ടബിൾ ആയ ഒരു പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മോട്ടോയിലാണ്. ലൈറ്റ് വെയിറ്റും കംഫർട്ടൊക്കെ അടക്കം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഡിസൈൻ കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് മോട്ടോ തന്നെയാണ്. കാരണം ഇതിൽ LCD ഡിസ്പ്ലേ ആണ്. 8 ബിറ്റിൻ്റെ നോർമലായ ഒരു LCD ഡിസ്പ്ലേ ആണ്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇത് POLED ഡിസ്പ്ലേ ആണ്. 10 ബിറ്റിൻ്റെ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റീഫ്രഷിൻ്റെ ഒപ്പം 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 500-600 റേഞ്ചിലുള്ള ഒരു പീക്ക് ബ്രൈറ്റ്നസ്സേ ഉള്ളൂ. സോ ബെറ്റർ വിസിബിലിറ്റിയും ബെറ്റർ ക്വാളിറ്റിയും ഉള്ള ഡിസ്പ്ലേ ഇതിലാണ്. ഒപ്പം തന്നെ POLED ഡിസ്പ്ലേ ആണ്. അതിൻ്റെയും ഒപ്പം തന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഇതിൽ സൈഡ് മൗണ്ടഡ് മാത്രമാണ്. ഒപ്പം തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് ബെറ്റർ ആയ ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് മോട്ടോയുടെ POLED ഡിസ്പ്ലേയിലാണ് കിട്ടുന്നത്. സോ ബെറ്റർ ആയ ഡിസ്പ്ലേ സെറ്റപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം വരുന്ന മോട്ടോ g84 തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 6.55 ഇഞ്ചാണ്. OnePlusൽ 6.72 ഇഞ്ചാണ്. കുറച്ച് വലിയ ഡിസ്പ്ലേ ആവശ്യമുള്ളവരെ സംബന്ധിച്ച് OnePlus ആണ് നല്ലത്. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലേതായിരിക്കും ബെറ്റർ പെർഫോമിംഗ് ഡിവൈസ് പറയാൻ പറ്റുമോ? ഒന്ന് ഗസ് ചെയ്യൂ. വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ഗസ് ചെയ്തിട്ട് നമുക്ക് കണ്ടു നോക്കാം. രണ്ടിലും സ്നാപ്ഡ്രാഗൺ 695 തന്നെയാണ് പ്രോസസ്സർ. അപ്പോൾ ഇതിൽ ഏത് പെർഫോമൻസ് ചെയ്യും, ബെറ്റർ പെർഫോമൻസ് തരും നമുക്ക്? വെറുതെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് കാര്യമായ വ്യത്യാസമൊന്നും തോന്നിയില്ല. രണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അതായത് നോർമൽ യൂസിൽ നിങ്ങൾക്ക് കാര്യമായൊരു വ്യത്യാസമൊന്നും തോന്നില്ല. അത്യാവശ്യം BGMI കളിക്കാൻ നോക്കിയാലും ഈ കാണുന്ന രീതിയിൽ നമുക്ക് നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെയിമിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ. ആ ഒരു പ്രൈസിനുള്ള ഒരു മീഡിയം ലെവലിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടും. സോ ഒരു ഗെയിമിംഗ് ഫോണായിട്ടൊന്നും ഇത് എടുക്കേണ്ട. ഇതിനേക്കാളും നല്ല ഗെയിമിംഗ് ഫോൺ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ റിവ്യൂസ് നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ട്. സോ ഇത് ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. ബട്ട് നോർമൽ ഫോൺ എന്ന രീതിയിൽ നല്ല സ്മൂത്തായ പെർഫോമൻസ് ആണ്. ഇത് നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ഇതും ക്ലീൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്സിജൻ ഓയിസ് ആണ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല. ബട്ട് നമുക്കറിയാം OnePlusൻ്റെ ഓക്സിജൻ ഓയിസ് എന്ന് പറയുന്നത് ക്ലീൻ ആണ്. സോ അതുകൊണ്ട് അതിൽ വേറെ കംപ്ലയിൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടുമില്ല. സോ രണ്ടും നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം, ഏതാണ് വിന്നർ എന്ന് ഞാൻ ചോദിച്ചില്ല. ഏതാണ് ഗസ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാനിതിൽ AnTuTu സ്കോറിൻ്റെ ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. സെയിം പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് വരുമ്പോൾ മൊത്തത്തിലുള്ള ഒപ്റ്റിമൈസേഷൻ വരുമ്പോൾ ഏതിലാണോ ബെറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും ബെറ്റർ റിസൾട്ട് തരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം റിസൾട്ട്.
4,09,000 ഒരു ആന്റിറ്റ്യൂഡ് സ്കോറാണ് നമുക്ക് വൺ പ്ലസിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ മോട്ടോയിൽ 4,23,000 കാണുന്നുണ്ട്. സോ കുറേയധികം ബെറ്റർ ആയ ഒരു സ്കോറും കാര്യങ്ങളും നമ്മുടെ മോട്ടോ സ്കോർ ചെയ്യാണ്. സെയിം പ്രോസർ ആയിരുന്നിട്ട് കൂടി. അതാണ് ഇതിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ മൊത്തത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. സോ സ്ലൈറ്റ്ലി ബെറ്റർ ആയ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മോട്ടോ തന്നെയാണ് തരിക. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ആൻഡ്രോയിഡ് അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ മോട്ടോയിൽ 1 ഇയറിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും പിന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ്. വൺ പ്ലസ് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. 1 വർഷത്തെ അപ്ഡേറ്റ് കൂടുതൽ തരുന്നുണ്ട്. പക്ഷേ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂർഡായിട്ട് നിങ്ങൾക്ക് ഈ 2 ഫോണുകളും 3 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. സോ അപ്പോൾ അപ്ഡേറ്റിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നവർ വൺ പ്ലസ് നോക്കാം. ബട്ട് ബെറ്റർ പെർഫോമൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മോട്ടോയിൽ കിട്ടുന്നു. ഇനി ക്യാമറ, ഈ 2 ഫോണുകളിൽ ഏതായിരിക്കും നല്ല ക്യാമറ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തിനാ പറയണേ, കണ്ടു നോക്കാമല്ലോ. നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. ഈ കാണുന്നതാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഫോട്ടോ സാമ്പിൾസ്. എന്താണ് ആദ്യം തന്നെ ആർട്ടിഫിഷ്യൽ എന്ന് ചോദിച്ചാൽ അവിടെയാണ് മെയിനായിട്ടുള്ള പെർഫോമൻസ് വേണ്ടത്. ലൈറ്റ് ഉള്ളപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് എല്ലാവരും തരുമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ മെയിൻ ക്യാമറ ഇമേജ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് തന്നെയാണ് രണ്ടിലും കിട്ടുന്നത്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടും അത്യാവശ്യം നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. മോട്ടോ കുറച്ചും കൂടി നാച്ചുറൽ ആവുന്നുണ്ടോ എന്നൊരു സംശയം അല്ലേ. കുറച്ചും കൂടി നല്ലത് എനിക്ക് മോട്ടോ ആയിട്ടാണ് തോന്നിയത്. സോ എങ്ങനെയുണ്ട്, മോട്ടോയാണോ അതോ വൺ പ്ലസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ പേഴ്സണൽ ചോയ്സ് ആണ്. ക്വാളിറ്റി വൈസ് ഡീറ്റെയിൽസ് വൈസ് ഒക്കെ അത്യാവശ്യം രണ്ടും നന്നായിട്ടുണ്ട്. എന്നാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോയിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളിവിടെ കാണുന്ന വീഡിയോയിൽ മോട്ടോയിൽ കുറച്ച് കളറും കാര്യങ്ങളും കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ വൺ പ്ലസ് ആണ് നല്ലതെന്ന് പറയാൻ നോക്കിയാൽ അതും പറ്റില്ല. അതിൻ്റെ സ്കിൻ ടോണൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്കിന്നിൽ ടെക്സ്ചറൊന്നുമില്ല, മൊത്തം സോഫ്റ്റ് ആണ്. അതായത് മോശം പ്രകടനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ഇവിടെയാണെങ്കിൽ മോട്ടോ കുറച്ച് കളർ കൂട്ടി കാണിക്കുന്നു. സോ ഇതിൽ ഏതെടുക്കും നിങ്ങൾ? സത്യം പറഞ്ഞാൽ ഈ 2 ബ്രാൻഡുകളുടെ കാര്യത്തിലും ക്യാമറയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ശരാശരി നിലവാരമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ് ഞാൻ കാണുന്നത്. ബട്ട് മോട്ടോ കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതൽ തരുന്നതുകൊണ്ട് വേണമെങ്കിൽ മോട്ടോ എടുക്കാം. മറ്റത് വളരെ സോഫ്റ്റ് ആണ് ഈ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ. സെൽഫി ക്യാമറ സാമ്പിളും നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് വീഡിയോ സാമ്പിൾ സെൽഫി ക്യാമറയിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ കിട്ടുന്നത്. ഡേ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ടോ? നിങ്ങളിവിടെ കണ്ടു നോക്കും. 2 ആയാലും എനിക്ക് 20,000 രൂപയ്ക്കുള്ളൊരു പ്രകടനം എന്ന് ചിന്തിക്കുമ്പോൾ കുഴപ്പമില്ല, അങ്ങനെ പറയാം. അതല്ലാണ്ട് ഭയങ്കര സംഭവം എന്ന് പറയാൻ തോന്നിയില്ല. വൺ പ്ലസ് പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ. മെയിൻ ക്യാമറയുടെ ഫോട്ടോസ് വൺ പ്ലസ് ആണ്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് മോട്ടോയോട് ഇഷ്ടക്കൂടുതൽ തോന്നുന്നുണ്ട്. വൺ പ്ലസ് മോശമൊന്നുമല്ല, കുറച്ച് ഭംഗി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. രണ്ടും ഫോട്ടോസിൻ്റെ കാര്യത്തിൽ നല്ലതാണ്. കുറച്ചും കൂടിയും കളറുകൾ കൂടുതൽ നന്നായിട്ട് കാണിക്കുന്നത് മോട്ടോയാണ്. വൺ പ്ലസ് കളറുകൾ കുറച്ചാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞത് രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ശരിക്കുള്ള കളർ. ഒപ്പം തന്നെ വൈഡ് ആംഗിൾ ക്യാമറയുടെ പെർഫോമൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. മോട്ടോയിൽ വൈഡ് ആംഗിൾ ക്യാമറ കൂടി വരുന്നുണ്ട്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലാണ് മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. രണ്ടും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബട്ട് അങ്ങനെ രണ്ടിനും ഒരു ശരാശരി എന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുള്ളൂ. സെൽഫി ക്യാമറയുടെ വീഡിയോയിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട്. മോട്ടോ കുറച്ചുകൂടി നല്ല രീതിക്ക് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. വൺ പ്ലസ് ദയനീയമാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ലൈറ്റ് ഒന്നും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല. HDRൻ്റെ പെർഫോമൻസിൻ്റെ പോരായ്മ കാണാം. മോട്ടോ സെൽഫി ക്യാമറയിൽ കുറച്ച് ബെറ്റർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. മോട്ടോയുടെ മെയിൻ ക്യാമറയിൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വിത്ത് OIS ആണ് വരുന്നത്. വൺ പ്ലസിൽ അത് EIS സപ്പോർട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ കൂടുതൽ നമുക്ക് മോട്ടോയിൽ തീർച്ചയായിട്ടും കാണാം. സോ മൊത്തത്തിൽ ക്യാമറയുടെ ഭാഗത്ത് മോട്ടോ പല ഭാഗങ്ങളിലും ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. രണ്ടും ശരാശരിയാണ്. സോ ഇതിന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നിങ്ങളുടെ ചോയ്സ് കമൻ്റായിട്ട് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ മറ്റ് അല്ലറ ചില്ലറ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി, രണ്ടും സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. രണ്ടിലും ക്വാളിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. കേട്ട് നോക്കാം, എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ കോൾ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും 2 ഫോണിലും ഇല്ല. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു, വലിയ പ്രശ്നങ്ങളില്ല. 5G ബാൻഡുകളൊക്കെ ആവശ്യത്തിനുണ്ട്, അതിലും വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. പിന്നെ Wi-Fi 6, NFC ആ വക കാര്യങ്ങളിൽ NFC മോട്ടോയിൽ വരുന്നുണ്ട് എന്നുള്ളത് മോട്ടോയ്ക്ക് അഡ്വാൻറ്റേജ് ആണ്. അവിടെ ഈ മോട്ടോയാണ് ബെറ്റർ. മൊത്തത്തിലുള്ള കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുമ്പോൾ മോട്ടോയാണ് ബെറ്റർ. പക്ഷേ 4x4 മിമോ ടെക്നോളജിയൊക്കെ രണ്ടിലും വരുന്നുണ്ട്. നെറ്റ്വർക്ക് റിസപ്ഷനിലൊന്നും ഇഷ്യൂസ് കണ്ടില്ല. രണ്ടും ഓൾമോസ്റ്റ് ഗുഡ് ക്വാളിറ്റിയാണ് തന്നത്. സോ മൊത്തത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും മോട്ടോ പല മേഖലകളിലും വൺ പ്ലസിനെ കടത്തി വെട്ടിയിരിക്കുകയാണ്. വൺ പ്ലസ് വളരെ കുറച്ച് മേഖലകളിൽ മാത്രമാണ്. അതായത് നമുക്ക് തോന്നുന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്, ഇങ്ങനെ 1-2 കാര്യങ്ങളിലാണ് വൺ പ്ലസ് മുൻപിൽ വരുന്നത്. ബാക്കി എല്ലാത്തിലും മോട്ടോ തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ട് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ 12 GB റാം 256 GB സ്റ്റോറേജിന് മോട്ടോയ്ക്ക് 18,999 ഓഫർ പ്രൈസ് വരുന്നത്. സോ അത് ഗംഭീര പ്രൈസിങ്ങും കൂടിയായി. ബട്ട് വൺ പ്ലസ് 8 GB റാം 128 GB സ്റ്റോറേജിനാണ് 20,000 വരുന്നത്. സോ ബെറ്റർ പ്രൈസിൽ ഹൈ പെർഫോമൻസ് തരുന്നൊരു സെറ്റപ്പാണ് മോട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോ ഈ ഒരു കമ്പാരിസണിലും നമ്മുടെ യൂസർ എക്സ്പീരിയൻസിലും തീർച്ചയായിട്ടും മോട്ടോ നന്നായിട്ടുണ്ട്.
ക്യാമറയാണ് എനിക്ക് മൊത്തത്തിൽ ഒരു ശരാശരിയായിട്ട് തന്നെ തോന്നിയത്. ഒരു പക്ഷേ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ ഈ 2 ഫോണുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഏത് വേണമെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പറയാൻ തോന്നുന്നു മോട്ടോ എന്ന്. OnePlus അത്ര മോശമാണെന്നല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എന്തായാലും ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. OnePlusൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ OnePlus എടുക്കാൻ കാരണം. അപ്പോൾ ഇത് OnePlusനെ കുറിച്ചുള്ള അഭിപ്രായം ഷെയറിങ്ങും ആവും, അതിൻ്റെ ഒരു റിവ്യൂവും ആവും, ഒപ്പം തന്നെ കമ്പാരിസനും ആവും. സോ 2-in-1 പർപ്പസിന് എടുത്തതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.